ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ വിദേശത്തോട്ട് ജോലി നോക്കുന്നവരാണോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഗൾഫിലോട്ടും യൂറോപ്പിലോട്ടൊക്കെ ഒരുപാട് വേക്കൻസീസിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ കാണാറുണ്ട്. നമ്മൾ ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലും ഫേസ്ബുക്കിലും എല്ലാം കാണാറുണ്ട്. അപ്പോൾ ഞാൻ റിക്രൂട്ട്മെൻറ്റ് ഫീൽഡിലായതുകൊണ്ട് ഇതുപോലെ ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ് കണ്ട് ഒരുപാട് ക്യാഷ് പോയ പറ്റിക്കപ്പെട്ട ഒരുപാട് പേരെ എനിക്കറിയാം. സോ ഇന്നത്തെ വീഡിയോ അഡ്വർടൈസ്മെൻറ്റ്, ഇതുപോലത്തെ അഡ്വർടൈസ്മെൻറ്റ്, റിക്രൂട്ടിംഗ് അഡ്വർടൈസ്മെൻറ്റ് വരുമ്പോൾ നമ്മളത് കിട്ടുമ്പോൾ, നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ വെൽക്കം ടു ദിസ് വീഡിയോ. നമ്മളൊരു പരസ്യം കണ്ടാൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് അതൊരു റിക്രൂട്ടിംഗ് ഏജൻസി ഇട്ടതാണോ, അല്ലെങ്കിൽ കമ്പനി തന്നെ തന്നതാണോ, അല്ലെങ്കിൽ വല്ല സബ് ഏജൻസ് ആണോ, വല്ല ഫ്രീലാൻസേഴ്സ് ആണോ, അല്ലെങ്കിൽ വല്ല ഫ്രോഡുകളാണോ ഈ അഡ്വർടൈസ്മെൻറ്റ് ഇട്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അതിനായിട്ട് കുറച്ച് വഴികളുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ ഇനി അതായിരിക്കും പറയാൻ പോകുന്നത്. അഡ്വർടൈസ്മെൻറ്റ് മെയിനായിട്ട് രണ്ട് തരമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത്. ഒന്ന് ന്യൂസ് പേപ്പർ ആഡ്, നമ്മുടെ മനോരമ, മാതൃഭൂമി, അതുപോലത്തെ ന്യൂസ് പേപ്പർ ആഡ്. രണ്ട് സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റ, വാട്സപ്പ്, അതൊക്കെയാണ് വരുന്നത്. ഒന്ന് ന്യൂസ് പേപ്പർ ആഡ് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത്, ആ അഡ്വർടൈസ്മെൻറ്റ് ഇട്ടത് ഒരു ലൈസൻസ്ഡ് ആയിട്ടുള്ള ഏജൻസി ആണെന്ന് നോക്കണം. ലൈസൻസ്ഡ് ഏജൻസിക്ക് മാത്രമേ നമുക്ക് ന്യൂസ് പേപ്പറിൽ ആഡ് ഇടാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ മനോരമ, മാതൃഭൂമി എന്ന ന്യൂസ് പേപ്പറുകളിലൊക്കെ നമ്മൾ അവസരങ്ങൾ എന്ന കോളംസ് ഒക്കെ കണ്ടിട്ടില്ലേ, ഗൾഫിലോട്ടൊക്കെ ജോലി ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട്. അതിലിടാനായിട്ട് ലൈസൻസ്ഡ് ഏജൻസികൾക്ക് പറ്റുള്ളൂ. പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് വിദേശ ജോലിയുടെ കാര്യമാണ് കേട്ടോ. പിന്നെ രണ്ടാമത്തെ കാര്യം, പരസ്യം ഇടാനായിട്ട് POEയുടെ പെർമിഷൻ വേണം. POE എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻസ്. നമ്മൾ ഈ ആക്ഷൻ ഹീറോ ബിജുവിൽ നിവിൻ പോളി പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻസിൻ്റെ പേപ്പർ എവിടെയെന്ന് പറഞ്ഞിട്ട് അറിയില്ലേ, ആ സംഭവമാണ് ഇത്. അപ്പോൾ POE പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ന്യൂസ് പേപ്പറിൽ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ? അതിന് പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻസ് സർട്ടിഫിക്കറ്റ് വേണം, അതുണ്ടോ? മൂന്നാമത്, റിക്രൂട്ടിംഗ് ഏജൻസിയുടെ ലൈസൻസ് നമ്പർ ആ ആഡിൽ കൊടുത്തിട്ടുണ്ടെന്ന് നോക്കണം കേട്ടോ. നമ്മൾ പേപ്പറിൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഉണ്ടാവില്ല, അതിലെവിടെയെങ്കിലും ലൈസൻസ് നമ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ ഉണ്ടാവും. ലൈസൻസ് നമ്പറുടെ ഫോർമാറ്റ് ഞാൻ താഴെ കൊടുക്കണം, അതൊരു ലൈസൻസ് നമ്പറുടെ ഫോർമാറ്റാണ്. അപ്പോൾ അതുപോലത്തെ ലൈസൻസ് നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു ലൈസൻസ്ഡ് ഏജൻസി ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പിന്നെ നാലാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ, നമ്മൾ ആ പേപ്പർ ആഡ് കണ്ട് ആ അഡ്വർടൈസ്മെൻറ്റിൽ കൊടുത്തേക്കുന്ന ഫോൺ നമ്പറിൽ നമ്മൾ വിളിക്കണം. ഫോൺ നമ്പറിൽ വിളിച്ചിട്ട് അവരോട് ചോദിക്കണം, നിങ്ങളുടെ ലൈസൻസ്ഡ് ഏജൻസി ആണോ, പെർമിഷൻ ഉണ്ടോ എന്നെല്ലാം ചോദിക്കുക മാത്രമല്ല, അവരുടെ ഓഫീസിൽ ഡയറക്റ്റായിട്ട് നമ്മൾ പോയി വേണം നമ്മൾ ആ വേക്കൻസിനെ കുറിച്ച് അറിയാനായിട്ട്. അപ്പോൾ അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 80% വരെ നമ്മൾ സേഫാണ്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ ഒരു റിക്വയർമെൻറ്റ് ജെന്യുവിനാണ്, ഓത്തറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ആ ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ന്യൂസ് പേപ്പർ ആഡിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് POEയുടെ ഒരു സർക്കുലർ വന്നതിൽ നമ്മളൊരു അഡ്വർടൈസ്മെൻറ്റ് ഇടുമ്പോൾ, റിക്രൂട്ടേഴ്സ് ലൈസൻസ്ഡ് ഏജൻസി അഡ്വർടൈസ്മെൻറ്റ് ഇടുമ്പോൾ അതിൽ നമ്പർ ഓഫ് ക്വാണ്ടിറ്റി, അതായത് ഇപ്പോൾ സെയിൽസ്മാൻ ആണോ, എൻജിനീയർ ആണോ, അക്കൗണ്ടൻ്റ് ആണോ, വെൽഡർ ആണോ, അതിൽ എത്ര ക്വാണ്ടിറ്റി വേണമെന്ന് ആഡിൽ മെൻഷൻ ചെയ്യണം. അതുപോലെ തന്നെ അവരുടെ സാലറി മെൻഷൻ ചെയ്യണം. പിന്നെ റിക്രൂട്ടിംഗ് ഏജൻസിയുടെ ലൈസൻസ് നമ്പർ മെൻഷൻ ചെയ്യണം. ഡേറ്റ് ഓഫ് ദി അഡ്വർടൈസ്മെൻറ്റ് മെൻഷൻ ചെയ്യണം. പിന്നെ സർവീസ് ചാർജ് ഉണ്ടെങ്കിൽ ആസ് പെർ ഗവൺമെൻറ് നോംസ് ആണോ, അതെല്ലാം ആ ആഡിൽ മെൻഷൻ ചെയ്യണമെന്ന് POEയുടെ കർശനമായ റൂൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ജെന്യുവനായിട്ടുള്ള 100% ജെന്യുവനായിട്ടുള്ള ഒരു റിക്രൂട്ടിംഗ് ഏജൻസിയുടെ ആഡാണ് നിങ്ങൾ കണ്ടതെങ്കിൽ ഇതെല്ലാം ആഡിലുണ്ടാവും. രണ്ടാമത്തെ മെയിൻ അഡ്വർടൈസ്മെൻറ്റിൻ്റെ പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഞാൻ പറഞ്ഞ പോലെ വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ഇതിലെല്ലാം ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ് വരാറുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഫിൽട്ടർ ചെയ്യേണ്ടത്, ഇതെങ്ങനെയാണ് ജെന്യുവൻ ആണോ ഇല്ലയോ എന്ന് അറിയേണ്ടതെന്നുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. അതിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഏറ്റവും കൂടുതൽ ആൾക്കാർ വഞ്ചിക്കപ്പെടുന്നത്, വീണ് പോകുന്നത് ഈ സോഷ്യൽ മീഡിയ ആഡ്സിലാണ്.
കാരണം ആൾക്കാർക്ക് ഡെസ്പറേറ്റ് ആയിട്ട് ജോബ് വേണം, അവരെത്ര പൈസ മുടക്കാൻ റെഡിയാണ്, പക്ഷെ അത് ജെന്യുവിൻ ആണോ എന്നെല്ലാം അറിയേണ്ട ആവശ്യം അത്യാവശ്യമാണ്. അപ്പോൾ ഇനി പറയാൻ പോകുന്നത് സോഷ്യൽ മീഡിയയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഒന്നാമത്തേത്, ഒരു ആഡ് കണ്ടാൽ ആദ്യം തന്നെ നിങ്ങൾ ആ ആഡിൽ കൊടുത്തിരിക്കുന്ന നമ്പറെ വിളിക്കണം. ഇപ്പോൾ നമ്മൾ വാട്സപ്പിലൊക്കെ ആണെങ്കിൽ ഗ്രൂപ്പിൽ അഡ്മിനെ വിളിക്കുന്നുണ്ട്, ചിലർ ആരാണ് ആഡ് അയച്ചത് അവരെ വിളിക്കുന്നുണ്ട്. മറിച്ച് ആ ആഡിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക, എന്നിട്ട് ചോദിക്കുക നിങ്ങൾ ലൈസൻസ്ഡ് ആയിട്ടുള്ള ഏജൻസി ആണോ എന്ന് ചോദിക്കുക. ലൈസൻസ്ഡ് ഏജൻസിയുടെ ആഡ് ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പാരാമീറ്റേഴ്സ് ഉണ്ടെന്ന് നോക്കണം കേട്ടോ. ലൈസൻസ് നമ്പർ, ക്വാണ്ടിറ്റി, സാലറി ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടെന്ന് നോക്കണം. ലൈസൻസ്ഡ് ഏജൻസി ആണെങ്കിൽ ഓക്കെ, നമുക്കത് കൺഫേം ചെയ്യാം, അത് ഫ്രോഡ് അല്ല എന്നുള്ള ആദ്യത്തെ ഒരു നമുക്ക് കിട്ടുന്ന ഹിൻ്റാണ് ലൈസൻസ്ഡ് ഏജൻസിയുടെ ആഡാണ്. അതും അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഡേറ്റ് നോക്കണം. നമ്മൾ 2 കൊല്ലത്തിന് മുമ്പ് വന്ന അഡ്വർടൈസ്മെൻ്റൊക്കെ ഇപ്പോഴും പബ്ലിഷ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ആഡ് എന്നാണ് ഇട്ടതെന്ന് ഉറപ്പുവരുത്തുക. അത് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, അഥവാ ആ ആഡിൽ കൊടുത്തിരിക്കുന്ന റിക്രൂട്ടിംഗ് ഏജൻസി അല്ല, ചിലപ്പോൾ സബ് ഏജൻസ് ഉണ്ടാവും, ഫ്രീലാൻസേഴ്സ് ഉണ്ടാവും, അങ്ങനെ കുറേ ഈ ലൈസൻസ്ഡ് ഏജൻസിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് പേരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരുടെ ആഡ് ആണെങ്കിൽ നിങ്ങൾ ലൈസൻസ്ഡ് ഏജൻസിക്ക് വേണ്ടിയാണോ ഇത് ചെയ്യുന്നതെന്ന് ചോദിക്കുക. ആണെങ്കിൽ ആ ലൈസൻസ്ഡ് ഏജൻസിയുടെ നമ്പർ വാങ്ങുക, ലൈസൻസ് നമ്പറും വാങ്ങുക, ഫോൺ നമ്പറും വാങ്ങുക. ഓക്കെ, ഞാനിപ്പോൾ കുറേ തവണ ലൈസൻസ് നമ്പർ എന്നുള്ള വാക്ക് പറഞ്ഞു. അപ്പോൾ ലൈസൻസ് നമ്പർ നമുക്ക് എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റുമല്ലോ എന്നുള്ളൊരു ഡൗട്ട് ഇപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, ലൈസൻസ് നമ്പർ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയർസിൻ്റെ ഇമൈഗ്രേറ്റ് എന്നൊരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ ആക്റ്റീവായിട്ടുള്ള റിക്രൂട്ടിംഗ് ഏജൻസിൻ്റെ ലൈസൻസ് നമ്പറും ഡീറ്റെയിൽസും ഫോൺ നമ്പറും ഇമെയിൽ അഡ്രസ്സും എല്ലാം ഉണ്ടാവും. മൂന്നാമത്തെ പോയിന്റ്, റിക്രൂട്ടിംഗ് ഏജൻറ്റിന് ലൈസൻസ് ഉണ്ടോ എന്നറിയുക. നിങ്ങളൊരു റിക്രൂട്ടിംഗ് ആഡ് കണ്ടു കഴിഞ്ഞാൽ ആ ആഡിൽ ആ ഏജൻറ്റിൻ്റെ ലൈസൻസ് നമ്പർ കൊടുത്തിട്ടുണ്ടോ നോക്കുക. ലൈസൻസ് നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ജെന്യുവിൻ ആണോ എന്ന് അറിയാനായിട്ട് നമ്മൾ ചെക്ക് ചെയ്യണ്ടേ. ആ ചെക്ക് ചെയ്യാനായിട്ട് ഇമൈഗ്രേറ്റ് എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഉണ്ട്. ആ ഇമൈഗ്രേറ്റ് വെബ്സൈറ്റിൽ കയറി നോക്കാം. ആ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ കയറിയിട്ട് ഓരോ റിക്രൂട്ടിംഗ് ഏജൻസിൻ്റെ ഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ്സ് എല്ലാം റീജിയൻ വൈസ് നമുക്കതിൽ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് ഉറപ്പ് വരുത്താം ഈ അഡ്വർടൈസ്മെൻറ്റ് ഇട്ടത് ഒരു ലൈസൻസ്ഡ് ഏജൻസി ആണെന്ന്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ റിക്രൂട്ട്മെൻറ്റിൻ്റെ ആഡ് കണ്ട് ഇൻ്റർവ്യൂസിന് പോയി സെലക്ട് ആകുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ലൈസൻസ്ഡ് ഏജൻസി വഴിയാണോ നിങ്ങൾ പോകുന്നതെന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഒബ്വിയസ്ലി ഒരുപാട് പേര് സബ് ഏജൻസ് ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്തിട്ടായിരിക്കും റിക്രൂട്ടിംഗ് ലൈസൻസ്ഡ് ആയിട്ടുള്ള ഏജൻസിയിലോട്ട് നിങ്ങൾ എത്തുന്നത്, അല്ലെങ്കിൽ ഡയറക്റ്റും നിങ്ങൾക്ക് എത്താവുന്നതാണ്. അപ്പോൾ എങ്ങനെ എത്തിയാലും ലൈസൻസ്ഡ് ഉള്ള ഏജൻസി വഴി അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾക്ക് പോകാൻ പാടുള്ളൂ. അതാണ് കൂടുതൽ സേഫ്. ഗവൺമെൻറ് അതാണ് എൻകറേജ് ചെയ്യുന്നത്. പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 80% നിങ്ങൾ സേഫാണ്. അപ്പോൾ ആഡ് കണ്ട് ആർക്കും അഡ്വാൻസ് ഒന്നും കൊടുക്കരുത്. ചെല്ലുക, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. ഇൻ്റർവ്യൂവിൽ സെലക്ട് ആയാൽ ഓഫർ ലെറ്റർ കിട്ടും. ഓഫർ ലെറ്റർ സൈൻ ചെയ്ത് വിസയൊക്കെ വരുമ്പോൾ ട്രാവലിങ്ങിൻ്റെ ടൈമിൽ പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് വേണം പോകാൻ. നമ്മൾ ആദ്യം തന്നെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഓഫർ ലെറ്റർ വന്ന് പൈസ പോയ ഒരുപാട് പേര് എനിക്കറിയാം. ഈ കഴിഞ്ഞ ആഴ്ച ഇന്നത്തെ ഡേറ്റ് 24-ാം തീയതി, കഴിഞ്ഞ സാറ്റർഡേ 17-ാം തീയതിയായിട്ട് ഒരു അമ്മേനെ ഞാൻ കണ്ടു. കായംകുളത്തുനിന്ന് ഉള്ളൊരു അമ്മയാണ്. ആ അമ്മയുടെ മോൻ ഇങ്ങനെ ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ട് നേരെ ഓഫർ ലെറ്റർ അവർക്ക് കിട്ടി. CV അയച്ചു കൊടുത്തപ്പോൾ തന്നെ ഓഫർ ലെറ്റർ കിട്ടി. അഡ്വാൻസ് കൊടുത്ത് പൈസ പോയി അവരുടെ. അപ്പോൾ നാച്ചുറലി നമ്മൾ ചിന്തിക്കണം, ഒരു CV അയച്ചു കൊടുത്താൽ നമുക്ക് ഓഫർ ലെറ്റർ കിട്ടില്ല. നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടോയെന്ന് ആ കമ്പനി ഇൻ്റർവ്യൂ ചെയ്യും, ഡയറക്റ്റ്ലി ഇൻ്റർവ്യൂ ചെയ്ത്. ഇപ്പോൾ നമ്മളൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത് നമ്മളൊരാളെ ഹയർ ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ നോക്കില്ലേ, അയാളോട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടല്ലേ നമ്മളൊരാൾക്ക് ഓഫർ കൊടുക്കുള്ളൂ. അപ്പോൾ അതുപോലത്തെ ട്രാപ്പ് ഒരുപാടുണ്ട്. നിങ്ങൾ പ്രത്യേകം നോക്കിയിരിക്കുക. കാരണം ഈ അടുത്ത 3-4 മാസങ്ങളിൽ നമ്മുടെ ന്യൂസ് പേപ്പറിൽ ഒരുപാട് റിക്രൂട്ടിംഗ് ഫ്രോഡിനെ കുറിച്ച് ഇന്നലെ വരെ ഇന്നത്തെ പേപ്പറിൽ ആവരണം കണ്ടായിരുന്നു. റിക്രൂട്ടിംഗ് എന്ന് പറഞ്ഞിട്ട് പൈസ വാങ്ങി തട്ടിപ്പ് നടത്തിയ ആൾക്കാർ. അപ്പോൾ ഇതുപോലത്തെ ആൾക്കാർ തിരിച്ചറിയുക. അതിനായിട്ടുള്ള കൂടുതൽ ടിപ്സായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ ബൈ.